ഹലോ, നമ്മളിന്ന് ഇവിടെ ഒരു നെയ്ച്ചോർ, ഒരു ഗീ റൈസാണ് ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പത്തിൽ പ്രഷർ കുക്കറിൽ ഉണ്ടാക്കാവുന്ന ഒരു നെയ്ച്ചോർ, ഒരു ഗീ റൈസാണ് ഉണ്ടാക്കുന്നത്. അതിന് ആവശ്യമായത് ഇതിപ്പോൾ ഇത് ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. ഇത് 4 കപ്പ് റൈസുണ്ട്. 4 കപ്പ് റൈസ് നല്ലപോലെ കഴുകിയിട്ട് പിന്നെ വെള്ളത്തിലിടും. ഒരു 20 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം ഉണക്കിയെടുത്തിരിക്കുന്നതാണ്. ഇപ്പോൾ ഇത് നല്ല ഡ്രൈ ആക്കിയിരിക്കുന്നതാണ്. പിന്നെ ഇതിന് ഉപ്പ് അത്യാവശ്യമാണ്. കുരുമുളക്, പട്ട 2 കഷ്ണം, 4 കപ്പ് അരിയുള്ളതുകൊണ്ട് 2 കഷ്ണം പട്ട, ഒരു 8 ഗ്രാമ്പൂ, 2 ഏലക്ക. ഈ ഏലക്ക കുറച്ച് വലിയ തരം ഏലക്കയാണ്, ചെറുതാണെങ്കിൽ 3 ഏലക്ക. പിന്നെ ഇഞ്ചി, ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയും ഒരു 3 കൂട് വെളുത്തുള്ളിയും ഉണ്ട്. ഇതെല്ലാം നമ്മൾ ചതച്ചെടുക്കണം. വെളുത്തുള്ളി ഇഞ്ചിയും കുറച്ച് നല്ലപോലെ ചതഞ്ഞ പോലെ ആകണം. ബാക്കിയെല്ലാം ജസ്റ്റ് ഒന്ന് ചതഞ്ഞാൽ മതി. പിന്നെ ഒരു സവോള കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നു. അത് ചോറിൻ്റെ കൂടെ വേവിക്കാനുള്ളതാണ്. പിന്നെ ഇത് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. കുറച്ച് നമ്മൾ ഉള്ളി അതിന് മുമ്പേ ഇടും. അത് പിന്നെ വളരെ നൈസായിട്ട് അരിഞ്ഞ ഇതെല്ലാം നമുക്ക് നെയ്യ് മൂപ്പിച്ചെടുക്കേണ്ടതാണ്. കിസ്മിസ്, കാഷ്യൂനട്ട്, കുറച്ച് കിസ്മിസും കാഷ്യൂനട്ടും സബോളയുണ്ട്. പിന്നെ നെയ്യ് നമുക്ക് അത്യാവശ്യമുള്ള സാധനം. വേണമെങ്കിൽ കുറച്ച് ഓയിലും കൂടെ ഉപയോഗിക്കാം, റിഫൈൻഡ് ഓയിലും കൂടെ ഇതിൻ്റെ കൂടെ ഉപയോഗിക്കാം. ഞാനിവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നിച്ചൊന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. ബാക്കി സ്പൈസസ് എല്ലാം ഇതുപോലെ ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആ അരി വേകാൻ വെള്ളം ചൂടാകാൻ വെക്കണം. ഈ വെള്ളം എത്രയാണെന്ന് വെച്ചാൽ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം വേണം. അപ്പം ഞാൻ 4 കപ്പ് അരി എടുത്തത് കൊണ്ട് ഇതിപ്പം 6 കപ്പ് വെള്ളമുണ്ട്. അപ്പോൾ ആ വെള്ളം, ചൂടായ വെള്ളമാണ് നമ്മൾ ഈ അരിയിലോട്ട് ഒഴിക്കുന്നത്. അപ്പോൾ അത് പതുക്കെ ചൂടാകാൻ വെക്കുക. അതിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമ്മുടെ ഈ കാഷ്യൂനട്ടും കിസ്മിസും ഒക്കെ ഒന്ന് വറുത്തെടുക്കാം. നമ്മൾ ഈ സവോള വറുത്തെടുക്കുകയാണ്. സവോള വറുത്തെടുക്കുമ്പോൾ നമ്മൾ കുറച്ച് റിഫൈൻഡ് ഓയിലും കൂടെ ഇതിലൊഴിച്ചിട്ടുണ്ട്. കംപ്ലീറ്റ് നെയ്യല്ല, ഇച്ചിരി ഓയിൽ. ഇതിന് ഒരു നിറവും കരിപ്പും ഒക്കെ വരാൻ വേണ്ടി ഒരു പിഞ്ച് ഉപ്പ് ഞാൻ ചേർത്തു. അതുപോലെ തന്നെ ഇത്ര പഞ്ചസാരയും കൂടെ ഈ സവോളയുടെ കൂടെ ചേർക്കണം. ഇത് നല്ല മൊരിഞ്ഞ് വരുന്നവരെ പുറത്തെടുത്ത് നമ്മൾ കുക്കർ അടുപ്പിൽ വെച്ച് നെയ്ച്ചോറിന് ഇതിലൊരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു. നെയ്യ് ചൂടായി വരുമ്പോൾ നമ്മൾ ആദ്യം ഈ
സ്പൈസസൊക്കെ കൂടെ ചതച്ചത് ഇടുക. ഇപ്പം നിങ്ങൾക്ക് നെയ്യ് ഒഴിക്കണം എന്നില്ല, വേണമെങ്കിൽ കുറച്ച് ഓയിലും കൂടെ ഒഴിക്കാം കേട്ടോ. സ്പൈസസ് ഒക്കെ ഒന്ന് ചൂടായി ഒരു മണം വരുന്ന നോക്കുമ്പോൾ നമുക്ക് ഈ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഇത് ചെയ്തിരിക്കുന്നത് അത് വെളുത്തുള്ളി ഇഞ്ചി കൂടെ ഇതിലൂടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ടിട്ടില്ല. സവോള ഇട്ടിട്ടൊന്ന് വഴറ്റില്ല നല്ലപോലെ. സ്പൈസസും ഇഞ്ചി വെളുത്തുള്ളിയും സവോള അങ്ങ് കറക്കണ്ട, ഒന്ന് ലൈറ്റ് ആകുക അത്രയും. നമ്മളിപ്പം ഈ അരി വളരെ നല്ലപോലെ ഡ്രൈ ആയ അരിയാണ് കേട്ടോ. അരിയും കൂടിയിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റുക. അപ്പം നമ്മളിവിടെ നമ്മുടെ വെള്ളമൊക്കെ ചൂടാകാൻ വെച്ചേക്കണം. ചൂട് വെള്ളമേ നമ്മൾ ഇതിലോട്ട് ഒഴിക്കത്തുള്ളൂ കേട്ടോ. ഈ സമയം നമുക്ക് ഉപ്പിടാം. ഉപ്പിട്ടാൽ പിന്നെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ ഉപ്പൊന്ന് നോക്കണം. നോക്കുമ്പം സ്വല്പം മുന്നോട്ട് നിൽക്കണം, അതാണ് ഇതിൻ്റെ അളവ്. അപ്പം ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളവും കൂടെ ഒക്കെ ഒഴിച്ച് നോക്കിക്കഴിഞ്ഞ് ഇതിൻ്റെ അളവ് ശരിക്കും നോക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് നല്ലപോലെ ഇതായിട്ടുണ്ട്, ഫ്രൈ ആയി. അപ്പോൾ നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്ന ഈ വെള്ളം ഇതിലോട്ട് ഒഴിക്കും. ഒഴിച്ച് നല്ലപോലെ എല്ലാം ഒന്ന് മിക്സ് ചെയ്യുക. 1 കപ്പിന് 1.5 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഈ സമയം ഒന്ന് നമ്മൾ ഉപ്പ് നോക്കണം. ഉപ്പ് കുറച്ച് കുറവാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പിട്ടു. പിന്നെ ഇതിനെ അടച്ചു വയ്ക്കാം. നമ്മൾ വെയിറ്റ് ഇടുക. അതിന് ശേഷം എന്നിട്ട് ഒറ്റ വിസിൽ മതി. ഒറ്റ വിസിലിൽ നമ്മളിത് ഓഫ് ചെയ്ത് താഴെ എടുത്ത് വെക്കണം കേട്ടോ. നമ്മുടെ ചോറൊക്കെ നല്ല പാകത്തിന് വെന്തിരിപ്പുണ്ട്. നമുക്ക് ഇതിലെ കുറച്ച് സവോള ഇതിലിട്ടിട്ട് ഇതിനെ ഒന്ന് ഇളക്കാം. അപ്പം നമ്മളെപ്പോഴും ആദ്യം ഒരു ഫോർക്ക് വേണം ഉപയോഗിക്കാൻ. സ്പൂണൊക്കെ ഇട്ടാൽ അതൊരു വല്ലാത്ത ഒരു ഇതിൽ വരും. അതുകൊണ്ട് ഒരു ഫോർക്ക് എടുത്ത് വേണം ഇളക്കാം. നമ്മുടെ ഈ നെയ്ച്ചോറൊക്കെ ഞാനിപ്പോൾ കുക്കറിൽ നിന്നും ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ നെയ്യിൽ വറുത്ത് വെച്ചിരുന്ന കശുവണ്ടിയും മുന്തിരിങ്ങയും സവോളയൊക്കെ ഇതിൻ്റെ മുകളിലൊക്കെ ഒന്ന് ഇട്ട് അലങ്കരിച്ചിട്ടുണ്ട്. ഇത് വളരെ വേഗം ഉണ്ടാക്കാവുന്ന ഒരു ഗീ റൈസാണ്. നിങ്ങൾക്ക് വിരുന്നുകാരൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാം. ഇത് നമുക്ക് നമ്മുടെ പനീർ കറിയുടെ കൂടെയോ അല്ലെങ്കിൽ ചിക്കൻ കറിയുടെ കൂടെയോ ഒക്കെ കഴിക്കുകയാണെങ്കിൽ നമുക്കൊരു നല്ലൊരു മീലായി. ഞാൻ ഇനി ചിക്കൻ വിഭവങ്ങളൊക്കെ ഞാൻ പതുക്കെ കാണിക്കാം. എല്ലാവരും അപ്പോൾ ഇതുണ്ടാക്കി നോക്കുക. നിങ്ങൾക്കൊക്കെ ഇഷ്ടമാകുമെന്നാണ് എൻ്റെ വിചാരം. എല്ലാവരും ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും